ആത്മാവിൽ നിന്നുയരുന്ന പ്രാർത്ഥന. ഫിലിപ്പിയർ 4:4-7 വരെ. ചിന്തയ്ക്കായിട്ട് 6-ാം വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എല്ലാ ദൈവവിശ്വാസികളും മാമൂലനുസരിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. ഉപവാസവും പ്രാർത്ഥനയുമെല്ലാം ഭക്തിയുടെ ലക്ഷണങ്ങളായി പലരും കരുതുന്നു. ആത്മാവിൻ്റെ അടിത്തട്ടിൽ നിന്നുയരുന്ന ആഗ്രഹങ്ങളാണ് പ്രാർത്ഥന എന്ന് ആചാര്യന്മാർ നിർവചിച്ചിട്ടുണ്ട്. കാൾവർ എന്ന ശാസ്ത്രജ്ഞൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ദൈവത്തിൻ്റെ കൊച്ചു പണിശാല എന്നായിരുന്നു തൻ്റെ ലബോറട്ടറിയെക്കുറിച്ച് അദ്ദേഹം വിളിച്ചു വന്നത്. അദ്ദേഹത്തിൻ്റെ പണിശാല യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥനാ മന്ദിരമായിരുന്നു. അനേകം കണ്ടുപിടുത്തങ്ങൾ ദൈവത്തിൻ്റെ ആ പണിശാലയിൽ നിന്ന് ഉരുത്തിരിയുകയും ചെയ്തു. ആ ശാസ്ത്രജ്ഞൻ്റെ ആത്മാവിൽ നിന്നുയർന്ന പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ. പ്രാർത്ഥനയുടെ ഉദാത്തമായ ഭാവം ലോകത്തിന് കാണിച്ചു കൊടുത്ത മറ്റൊരു ശാസ്ത്രജ്ഞനായിരുന്നു തോമസ് എഡിസൺ. പ്രാർത്ഥന ജീവിതശൈലിയാക്കി തീർത്ത ഭക്തന്മാരിൽ അഗ്രഗണ്യനായിരുന്നുവല്ലോ ജോർജ് മുള്ളർ. അദ്ദേഹം ഒരു അനാഥമന്ദിരം നടത്തിയിരുന്നു. ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പണം ഇല്ലാതെ വരുമ്പോൾ അദ്ദേഹം പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി പോകുമായിരുന്നു. തികച്ചും സ്വാഭാവികമായി ദൈവത്തോട് ആവശ്യങ്ങൾ പറയും. വികാരാവേശമോ ഒച്ചപ്പാടോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല ആ പ്രാർത്ഥനയിൽ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ മറുപടി ലഭിക്കുകയും ചെയ്തു വന്നിരുന്നു. പ്രാർത്ഥന ജീവിത ശൈലിയാക്കി തീർത്തിരുന്ന മറ്റൊരു മഹാനായിരുന്നു എബ്രഹാം ലിങ്കൺ. തന്നേക്കാൾ വലിയ ഒരു ശക്തിയിൽ നിന്നുള്ള ഒരു കൈത്തോട് മാത്രമാണ് താനെന്ന് ലിങ്കൺ വിശ്വസിച്ചിരുന്നു. മുന്തിരിച്ചെടിയും അതിൻ്റെ ശാഖകളും എന്ന പോലെയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചു. മനുഷ്യർ ദൈവത്തോട് ചേർന്നിരിക്കുന്നു എന്ന ബോധം ഉളവാക്കുവാൻ പ്രാർത്ഥന ഉപകരിക്കുന്നില്ലെങ്കിൽ അത്തരം പ്രാർത്ഥന നിർജീവമാണ്. ദൈവം അവിടുത്തെ ഭക്തന്മാർക്ക് സമീപസ്ഥനാകുന്നു. അവിടുത്തെ സന്തത സാമീപ്യത്തെക്കുറിച്ച് ബോധവാനായിരിക്കുന്ന ഭക്തനെ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടുവാനില്ല. എന്തുകൊണ്ട് ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന് ചിലർ ചോദിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധം ഉളവാക്കുക മാത്രമേ പ്രാർത്ഥന കൊണ്ട് സാധിക്കേണ്ടതുള്ളൂ. അതാണ് പ്രാർത്ഥനയ്ക്കുള്ള മറുപടി. ക്രിസ്തുവിന് പോലും തൻ്റെ ജീവിതത്തിൽ നിന്ന് കുരിശ് ഒഴിവാക്കാമായിരുന്നില്ല. ദൈവത്തിൻ്റെ അത്യധികമായ ഉദ്ദേശ്യം നിറവേറ്റപ്പെടുന്നതിന് കുരിശ് ആവശ്യമായിരുന്നുവല്ലോ. നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശ നിവൃത്തിക്ക് ആവശ്യമായിരിക്കും. ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുന്നതും പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയായി നാം മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ബോധമണ്ഡലത്തിൽ നിന്നുയർന്നു വരുന്ന ആഗ്രഹങ്ങളും ആത്മാവിൻ്റെ ആഴത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ആഗ്രഹങ്ങളും തമ്മിൽ പൊരുത്തപ്പെടണം എന്നുള്ളതും പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു സംഗതിയാണ്. സ്വാഭാവികമായി ഹൃദയാന്തർഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നതാണ് സാക്ഷാൽ പ്രാർത്ഥന. അതിന് വ്യാകരണശുദ്ധിയോ വാക്യഭംഗിയോ ഒന്നും വേണമെന്നില്ല. ആരോടെങ്കിലും വിദ്വേഷത്തിൻ്റെ കണിക പോലെ എങ്കിലും മനസ്സിൻ്റെ പിള്ളമുറിയിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തെ സമീപിക്കുവാൻ സാധിക്കുകയില്ലെന്നുള്ളത് നാം ഓർത്തിരിക്കണം. ഓർക്കണമേ, പ്രാർത്ഥന സ്വർഗത്തിലേക്ക് പറക്കാനുള്ള ചിറകാണ്. യാക്കോബ് 5:15. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.